हाय मेरे प्यारे दोस्तों, सबको आदाब। 10ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാളത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പകർന്നു തരാൻ വന്നതാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. സവാനി നോട്ട് തയ്യാറാക്കാൻ, സവാനി ഹാക്ക ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പം നമുക്ക് ചോദ്യം തരും, ഇഷാറോ കി മദദ് സേ സൂചകങ്ങളുടെ സഹായം കൊണ്ട് ജാനിസാർ അഖ്തറിൻ്റെ സവാനി ഹാക്ക തയ്യാർ കീജിയെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കിയാലും. നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇഷാരക നൽകിയിട്ടുണ്ട്. അസ്ലി നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സെയ്ദ് ജാനിസാർ ഹുസൈൻ റിസ്വി എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താ? സെയ്ദ് ജാനിസാർ ഹുസൈൻ റിസ്വി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജനനം 8 ഫെബ്രുവരി 1914 ഗോളിയാറിൽ, അല്ലേ, ഗോളിയാർ എന്ന സ്ഥലത്താണ്. ഷുഹരിയത്ത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി തർക്കി പസന്ത് ഷായറാണ്. അദ്ദേഹം ഫിലിമി ഗീതകാരൻ കൂടിയാണ്. ഓക്കെ, ഫിലിമിലും പാട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. കിതാബോം കെ നാം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേര് ഹാക്കെ ദിൽ, പിച്ചലെ പഹർ. അതുപോലെ ഇന്തിക്കാല് ആഗസ്റ്റ് 19 1972 അദ്ദേഹത്തിൻ്റെ ഇന്തിക്കാല്, മരണം. നോക്കൂ, ഈ ഒരു വിവരങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ടാകും. ഇനി നമ്മൾ എങ്ങനെ ജീവചരിത്ര കുറിപ്പിലേക്ക് നമ്മൾ മാറ്റുന്നു? ഹെഡിങ് കൊടുക്കുന്നു ജാനിസാർ അഖ്തർ. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ജാനിസാർ അഖ്തർ 8 ഫെബ്രുവരി 8 1914. ഓക്കെ, 1914 को ഗോലിയാർ മേ പൈദാ ഹുയേ എന്ന് കൊടുക്കുന്നു. പൈദായിഷ് എന്നുള്ളതിൻ്റെ അവിടെ ഹുയേ എന്ന് കൊടുക്കുന്നുണ്ടോ? പൈദാ ഹുയേ. ആദ്യം നമ്മൾ ഈ ഒരു വർഷം നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നു പൈദാ ഹുയേ. നോക്കൂ, ജാനിസാർ അഖ്തർ, അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു ജാനിസാർ അഖ്തർ. 8 ഫെബ്രുവരി 8 1914 ഗോളിയാറിൽ പൈദാ ഹുയേ ജനിച്ചു. ഉൻക, അദ്ദേഹത്തിൻ്റെ അസ്ലി നാം, യഥാർത്ഥ പേര് സെയ്ദ് ജാൻ നിസാർ ഹുസൈൻ റിസ്വി था. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സെയ്ദ് ജാൻ നിസാർ ഹുസൈൻ റിസ്വി था. അപ്പോൾ അസ്ലി നാമിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഉൻക. ഓക്കെ, ഉൻക, അദ്ദേഹത്തിൻ്റെ ഉൻക അസ്ലി നാം ജാനിസാർ ഹുസൈൻ റിസ്വി था എന്നായിരുന്നു. അഖ്തർ ഉൻക, അഖ്തർ എന്നത് അദ്ദേഹത്തിൻ്റെ ഉൻക തഹല്ലുസ്ത ഷോർട്ട് നെയിം ആയിരുന്നു. വോ ഏക്ക്, അദ്ദേഹം മഷഹൂർ പ്രശസ്തനായിട്ടുള്ള തർക്കി പസന്ത് തെഹ്രീക്ക് കെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഷാഹിർ വീദെ കവിയും കൂടിയായിരുന്നു. സിംപ്ലാക്കം സലാസിൽ, അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇവിടെ 2 കൃതികളെ നൽകിയിട്ടുള്ളൂ, എങ്കിലും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് കൃതികളുണ്ടെങ്കിൽ കൃതികളുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കുന്നു. സലാസിൽ, താരെ ഖരീബ, അതുപോലെ ഗർ ആംഗൺ, ഹാക്കെ ദിൽ, പിച്ചലെ പഹർ, വായിറ തുടങ്ങിയവ ഉൻകി കിതാബാണ്. കിതാബിൻ്റെ പേരായതുകൊണ്ട് തന്നെ ഉൻകി മഷ്ഹൂർ തസാനീഫ് ഹേം, ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാകുന്നു. ഉൻകോ, അദ്ദേഹത്തിന് 1974 ഈസവിമേ ഹാക്ക ദിൽ എന്ന കൃതിക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നെഹ്റു അവാർഡ് ഇൻആമിലാഹേ. ഓക്കെ, ഇനി നമുക്ക് എക്സാമിനുള്ളതിന് ഈ ഒരു പോയിന്റ് കൂടി തരും കേട്ടോ. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡും കൂടി നമ്മൾ നൽകേണ്ടി വരും. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് ഇതിനാണ്. ഹാക്ക ദിൽ എന്ന കൃതിക്ക് അദ്ദേഹത്തിന് നെഹ്റു അവാർഡ് ക ഇൻആമില. ഓക്കെ, 19 ആഗസ്റ്റ് 19 1972 ഈസവിക്കോ 1976 ഈസവിക്കോ മുംബൈ മേ ഇന്തിക്കാൽ ഹുവ. 1976 അദ്ദേഹം മുംബൈ മേ ഇന്തിക്കാൽ ഹുവ, മരണപ്പെട്ടു. ഇന്തിക്കാൽ എന്നതിൻ്റെ അവിടെ എന്താ കൊടുക്കണ്ടേ? ഹുവ. ഓക്കെ, കിതാബ് എന്നുള്ളിടത്ത് ഉൻകി, അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ഉൻകി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. 4 മാർക്ക് സ്വന്തമാക്കുക. നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ. ഖുദാ ഹഫീസ്. ബൈ.